നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പപ്പടം ഉപ്പേരിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ പപ്പടം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഈ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു തുണ്ട് പപ്പടം പൊട്ടിച്ചിട്ട് ഇതിലിട്ട് വെക്കുക. അപ്പോൾ അത് ചൂടായി വരുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ വെളിച്ചെണ്ണ അപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞിട്ടുള്ള പപ്പടം ഇട്ട് കൊടുക്കുക. പപ്പടം എല്ലാ ഭാഗവും അതിൽ വെളിച്ചെണ്ണയിൽ മുങ്ങി പൊരിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അങ്ങനെ നമ്മളുടെ എല്ലാ പപ്പടം ഇപ്പം നല്ലോണം പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ആ പപ്പടം പൊരിച്ച സെയിം ഇരുമ്പ് ചട്ടി തന്നെയാണ് ഇത്. ഇതിലുണ്ടായിരുന്ന വെളിച്ചെണ്ണയിൽ നിന്ന് ബാക്കി ഞാൻ മാറ്റി വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ മതി നമുക്ക്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടുക. അപ്പം നമ്മൾ കടുക് മൊത്തം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ ചെറുതായി എരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മളിതിങ്ങനെ വഴറ്റി കൊടുക്കാം. ഒരു ഏകദേശം ഇങ്ങനെ ഒരു ബ്രൗൺ ഒരു റെഡ് കളറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഉണക്കമുളക് ഇടാം. ഞാനിതിൽ ഉണക്കമുളക് ഇടുന്നില്ല. നെക്സ്റ്റ് നമ്മളിതിലേക്ക് 2 ടീസ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത തേങ്ങ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മളിതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നല്ലൊരു റോസ്റ്റ് ആവുന്നത് വരെ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ തേങ്ങയൊക്കെ നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. മുരിഞ്ഞ് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കറികളും ഉപ്പേരികളൊന്നും ഇല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണിത്. നെക്സ്റ്റ് നമ്മളിവിടെ പൊരിച്ച് വെച്ചിട്ടുള്ള പപ്പടം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ചും കൂടി മുളക് പൊടി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ഉപ്പും നമ്മൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ പപ്പടം ഉപ്പേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ്. അപ്പം ഇതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മളുടെ പപ്പടം ഉപ്പേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണിത്. അപ്പോൾ നമ്മളെ വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.